ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 5 വിശുദ്ധ കാതറീന സിറ്റാഡിനി. ഇറ്റലിയിലെ ബെർഗാമോയിൽ 1801 കാതറീന സിറ്റാഡിനി ജനിച്ചത്. ജിയോവന്നി ബാറ്റിസയുടെയും മാർഗരീത്ത ലാൻസിയാനിയുടെയും മകളായി കാതറീനയ്ക്ക് ഒരു ഇളയ സഹോദരിയും ഉണ്ടായിരുന്നു. പേര് ജൂഡിറ്റ. ആ രണ്ട് പെൺമക്കളെയും ഈശ്വര ചൈതന്യത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ അമ്മയായ മാർഗരീത്ത ശ്രദ്ധിച്ചു വന്നു. എന്നാൽ കാതറീന 7 വയസ്സുള്ളപ്പോൾ പെട്ടെന്നൊരു ദിവസം അമ്മ മരിച്ചു. അതോടെ ആ കുരുന്നുകളുടെ ജീവിതം വഴിമുട്ടി. അച്ഛനായ ജിയോവനി അവരുടെ കാര്യങ്ങൾക്ക് ഒരു താല്പര്യവുമില്ലായിരുന്നു. വേറെ വിവാഹം കഴിക്കുവാനും തന്റെ ഇഷ്ടത്തിന് ജീവിക്കുവാനുമാണ് ആ മനുഷ്യൻ ആഗ്രഹിച്ചത്. അയാൾ കാതറീനയും ജൂഡിറ്റയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. കാതറീനയുടെ ജന്മനാട്ടിൽ തന്നെയുള്ള ഒരു അനാഥാലയത്തിലാണ് ആ കുട്ടികൾ പിന്നീട് വളർന്നത്. കാതറീനയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ദിവസങ്ങളായിരുന്നു അത്. യേശുവിനെ അടുത്തറിയുവാനും ദൈവസ്നേഹത്തിന്റെ ആഴമറിയാനും അനാഥാലയത്തിലെ ജീവിതം അവളെ സഹായിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥനയിൽ എല്ലാ വേദനകളും അവൾ മറന്നു. തങ്ങൾ അനാഥരല്ലെന്നും ഈശോ തങ്ങളുടെ കൂടെയുണ്ടെന്നും കാതറീന വിശ്വസിച്ചു. ഏകദേശം 15 വർഷത്തോളം കാതറീനയും ജൂഡിറ്റയും ആ അനാഥാലയത്തിൽ ജീവിച്ചു. അവരുടെ ബന്ധുക്കളായ 2 പുരോഹിതരുടെ സംരക്ഷണത്തിലാണ് പിന്നീട് അവർ ജീവിച്ചത്. അതിൽ ഒരാളായിരുന്നു ഫാദർ ആന്റണീനോ. സിറ്റാഡിനി ആയിരുന്ന കാതറീനയുടെ ആത്മീയ ഗുരുനാഥൻ. പിന്നീട് സിറ്റാഡിനി എന്ന പേരിലാണ് കാതറീന അറിയപ്പെട്ടതും. ഫാദർ ആന്റോണിയോയുടെ സംരക്ഷണയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഇറ്റലിയിലെ തന്നെ സോമസ്ക എന്ന സ്ഥലത്തുള്ള പെൺകുട്ടികളുടെ ഒരു സ്കൂളിൽ അധ്യാപികയായി കാതറീന ജോലി നോക്കി. ഒരു കന്യാസ്ത്രീയാകണമെന്ന മോഹം കാതറീനയ്ക്കുണ്ടായിരുന്നു. തന്റെ മോഹം അവൾ ഫാദർ സിറ്റാഡിനിയോട് പറഞ്ഞു. എന്നാൽ സോമാസ്കിൽ അങ്ങനെ തുടരാനും പിന്നീട് പുതിയൊരു സന്യാസമണ്ഡലം തുടങ്ങാനുമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. സോമാസ്കിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് പെൺകുട്ടികൾക്കുള്ള ഒരു സ്കൂളിന് കാതറീന തുടക്കമിട്ടു. കാതറീനയുടെ വിദ്യാഭ്യാസ രീതി പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. കുട്ടികളെ ഈശ്വരവിശ്വാസത്തിൽ നിറയ്ക്കുവാനും വ്യക്തമായ ദിശാബോധം നൽകുവാനും കഴിഞ്ഞു എന്നതായിരുന്നു കാതറീനയുടെ മഹത്വം. കൂടുതൽ കുട്ടികൾ ആ സ്കൂളിലെത്തി. വൈകാതെ 2 സ്കൂളുകൾ കൂടി തുടങ്ങാൻ കാതറീനയ്ക്ക് കഴിഞ്ഞു. ഈ സമയത്ത് തന്നെ സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുവാനും കാതറീന സമയം കണ്ടെത്തി. അവളുടെ വാക്കുകൾ കേൾക്കുവാൻ എത്തുന്നവർ യേശുവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു. 1840 വരെ കാതറീനയുടെ സഹോദരി ജൂഡിറ്റയായിരുന്നു സ്കൂളുകളുടെ ഭരണ ചുമതല വഹിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവൾ മരിച്ചു. തൊട്ടടുത്ത വർഷം കാതറീനയുടെ സംരക്ഷകനും വൈദികനുമായിരുന്ന ഫാദർ ആന്റോണിയോ സിറ്റാഡിനിയും മരിച്ചു. ഈ മരണങ്ങൾ കാതറീനയെ തളർത്തി. അവളും രോഗബാധിതയായി. പൊതുവേദിയിലുള്ള സുവിശേഷ പ്രസംഗങ്ങൾക്ക് പോകാതെയായി. കൂടുതൽ സമയവും സ്കൂളിലും തന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന മഠങ്ങളിലും അവൾ ചിലവഴിച്ചു. 1857 കാതറീന മരിച്ചു. 2001 ഏപ്രിൽ 29 പോപ്പ് ജോൺ 2 കാതറീനയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു.